ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ കണ്ടന്റ് ക്രിയേഷൻ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മൈക്കിൻ്റെ കൂടെ എനിക്കൊരു മൾട്ടിപർപ്പസ് കേബിളും കിട്ടിയിട്ടുണ്ട്. അതാണ് ബോക്സ്. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാണ്. അൺബോക്സ് ചെയ്ത് കമ്പനിൻ്റെ പേര് ഇതാണ് ഗ്രനാരോ. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസാണ് 3990 പക്ഷെ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓഫർ പ്രൈസിലാണ്. അപ്പോൾ നമ്മൾ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇതാണ് കേബിൾ, ഒന്ന് മൾട്ടിപർപ്പസ് കേബിളാണ് വന്നിട്ടുള്ളതിൽ. ടൈപ്പ് സി, പിന്നെ ഐഫോണിലോട്ട്, തന്നെ ടൈപ്പ് സി, പിന്നെ മറ്റേതെന്താണ് നോർമൽ കേബിളും അതൊക്കെ ഉണ്ട്. പഴയ മോഡലുള്ള കേബിളും അങ്ങനെ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റിങ് കാണാൻ പറ്റുന്നത്. ലൈറ്റിങ് ഫുൾ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കേബിളോട്ട്, അത്യാവശ്യം കണ്ടിട്ട് നല്ലൊരു ക്വാളിറ്റി തോന്നുന്നുണ്ട്. ടൈപ്പ് സി ആയിട്ടത്. ഞാനിത് കണക്ട് ചെയ്ത് നോക്കി. കണക്ട് ചെയ്ത് ചാർജിങ്ങിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ചാർജിങ് കണക്ട് ചെയ്തപ്പം കാണുന്ന ഒരു ലൈറ്റിങ് കാണിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വയർലെസ് കേബിൾ കണക്ട് ചെയ്തത്. പിന്നെ ഇത് ബോക്സ് അൺബോക്സ് ചെയ്തപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ഒരു വാറൻറ്റി കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു വാറൻറ്റി കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, എന്തൊക്കെയുള്ള വാറൻറ്റി ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളാണ് ഇതിൻ്റെ ബാക്കിൽ വന്നിട്ടുള്ളത്. തന്നെ നമുക്ക് ഇനി ബോക്സിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം. ഒരു കവറിലായിട്ട് അത് വരുന്നത്. ഇത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ നല്ല സുഖമായിട്ട് നമ്മൾ കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ആക്ച്വലി ഒരു കവറിൽ ഒരു ബോക്സിലൊക്കെയാണ് ഇവർ ഈ സാധനം തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ മാനുവലുണ്ട്. യൂസ് ചെയ്യുന്ന മാനുവൽ അതിൻ്റെ അടിയിലാണ്. അപ്പോൾ നമുക്കത് എടുത്തിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ. ഇനി ബോക്സിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബിൽഡാണ്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്വാളിറ്റി സാധനമാണ്. ഏതായാലും സാറ്റിസ്ഫൈഡ് ആണ്. ഇത് ഓപ്പൺ ആവുന്ന ഇതിൻ്റെ ഉള്ളിൽ ഒരു മൈക്കാണ് ഉള്ളത്. മൾട്ടി മൈക്കല്ല, ഒരു ഡുവൽ മൈക്ക് നമ്മൾ വാങ്ങിയിട്ടില്ല, സിംഗിൾ മൈക്കാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിൾ ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ട്. പിന്നെ ടൈപ്പ് സി ആണ് കേബിൾ വരുന്നത് കേട്ടോ. ടൈപ്പ് സി കേബിളും പിന്നെ ഞാനിത് ഐഫോണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു കേബിളും ഒരു കണക്ടറും ഉണ്ട്. ഇതിൻ്റെ കൺവേർട്ടർ. ഓക്കെ, അതാണ് അതിൻ്റെ കൂടെയുള്ള കൺവേർട്ടർ. ഇതാണ് ടൈപ്പ് സി കേബിളും ഇത് കൺവേർട്ടറും. ഓക്കെ, തന്നെ നമുക്ക് എന്ത് ചെയ്യാം. ഇത് നമുക്ക് മനസ്സിലായി. യൂസ് ചെയ്യൽ ടൈപ്പ് സിനെ കണക്ട് ചെയ്തിട്ട് ഡിഫോൾട്ട് ടൈപ്പ് സി വരും. അപ്പോൾ ടൈപ്പ് സിനോട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ടർ പിന്നെ അങ്ങനെ ബാക്കിൽ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് സിമ്പിളായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ പഴയ ഐഫോൺ, എൻ്റെ അടുത്ത് ഐഫോൺ 13 ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇതെന്തായാലും നിർബന്ധമാണ് കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം. ഇത് ഞാൻ നോർമൽ കേബിളിലേക്ക് കണക്ട് ചെയ്ത് ചാർജ് ചെയ്തിട്ടുണ്ട്. ചാർജിങ്ങിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചാർജ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചാർജ് ചെയ്യാം. അല്ല, ഇതിൻ്റെ ആക്ച്വൽ ചാർജിങ്ങിനുള്ള വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ബോക്സിലിട്ടിട്ട് ഈ ബോക്സിലിട്ടിട്ട് ചാർജ് ചെയ്താൽ മതി. രണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാർജിങ് ഏകദേശം എന്താണ് 60% ആയിട്ടുണ്ട്. സംഭവം കേട്ടോ, ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. വോയിസ് കേൾക്കുന്നുണ്ടാവും. ഓക്കെ ആണോ? ഇതിന് മുന്നേ നമ്മളെ വോയിസ് കുറേ ലോ ആയിരുന്നു. കാരണം മൊബൈലിൻ്റെ വോയിസ് ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ മൈക്ക് ഉപയോഗിച്ചിട്ട് നമ്മളെ വ്ളോഗിങ് ഒന്നും ഇവിടെ കണ്ടൻറ് ക്രിയേഷൻ ഒന്നും ഇവിടെ സെറ്റപ്പൊക്കെ ഉള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. ഓക്കെ, വോയിസ് എങ്ങനെയുണ്ട്, ക്ലിയർ ഉണ്ടോ എന്നുള്ളത് പറയണേ. അപ്പോൾ ഇതിന് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളി. ഓക്കെ, ബൈ ഗൈസ്.